പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണി തിരിച്ചെത്തിയതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ ആൻറ്റിയമ്മ. ഇതിൻ്റെ ഭാഗമായി ആൻറ്റിയമ്മ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെ. മാത്രവുമല്ല, കൺമണിയോട് സ്നേഹം കാണിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. കൺമണി ചെയ്ത ഡിസൈൻ കൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പനി ഓടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ കൺമണിയോട് ഞങ്ങളെപ്പോഴും കടപ്പെട്ടിരിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആൻറ്റിയമ്മ. ഞാൻ ചെയ്തത് എൻ്റെ കടമയല്ലേ. ഞാനിവിടെ ജോലി ചെയ്യുന്നു, അതുകൊണ്ട് ഇവിടെ പൈസയും കിട്ടുന്നു, അത്രയേ ഉള്ളൂ. അത് ശരിയാ. ഇതിനിടയിലാണ് ഞാൻ നിങ്ങളുടെ സ്നേഹബന്ധത്തെ പറ്റി അറിഞ്ഞത്. കൺമണി, ഞാനുണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും കൂടെ. ആ കാര്യം മറക്കണ്ട കേട്ടോ. ഇത് കേട്ട് കൺമണിയാകെ ഞെട്ടി നിൽക്കുകയാണ്. മാത്രവുമല്ല, ഇതോടെ അവിടെ നിന്ന് ആൻറ്റിയമ്മ പോവുകയും ചെയ്യുന്നു. ഇതേ സമയം സാഗർ കടന്നു വന്നിരിക്കുകയാണ്. കൺമണി, നമുക്ക് ഇനി പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. എന്തു പറയുന്നു? ഞാനത് ചെയ്യാൻ തയ്യാറാണ് സാർ. നമുക്ക് കറക്റ്റായി കാര്യങ്ങൾ ചെയ്താൽ പിന്നെ യാതൊന്നും പേടിക്കേണ്ടി വരില്ല. അതെ, നമ്മൾ കൃത്യമായി ഇനി പ്രൊജക്റ്റുകൾ ചെയ്തു തീർക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതുവരെ എന്തു സംഭവിച്ചോ അതൊന്നും ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. നമുക്ക് കമ്പനിയാണ് പ്രധാനം. മനസ്സിലായോ കൺമണി? ശരി സാർ, എന്നാൽ കൺമണി ജോലി ചെയ്തോളൂ, ഞാൻ പോവുകയാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സാഗർ പോകുന്നു. ഇതിനിടയിലാണ് ബലരാമിനെ കാണുന്നതിനായി ഇപ്പോൾ സുമിത്ര ചെല്ലുന്നത്. ബലരാമ, നീ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനെപ്പോഴും നിൻ്റെ നല്ലതിനു വേണ്ടിയേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നതാണ് സത്യം. ഒരിക്കലും നിന്നെ വേദനിപ്പിക്കണം എന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. നീ ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാം. അത് അമ്മയ്ക്കും അറിയാമെന്ന് എനിക്കും മനസ്സിലായി. പിന്നെ എന്തിനാ ഒരു ഒളിച്ചുകളി? നീ ആ ഭാഗ്യ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവൾ ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദയവായി നീ ഞങ്ങളെ വിശ്വസിക്കണം. ആരാണ് നുണ പറയുന്നത്, ആരാണ് സത്യം പറയുന്നത് എന്ന കാര്യമെല്ലാം കൃത്യമായി എനിക്ക് അറിയാം അമ്മ. അതുകൊണ്ട് ഇനിയും അമ്മ ഇവിടെ നിന്ന് വിയർക്കണമെന്നില്ല എന്ന് പറഞ്ഞ് ബലരാമൻ പോയത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്രയുടെ കണക്കുകൂട്ടലുകൾക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.